തൊടുപുഴ നഗരത്തിലെ ദക്ഷിണാമൂർത്തി ക്ഷേത്രം. ദക്ഷിണാമൂർത്തി വിഗ്രഹരൂപത്തിൽ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം തൊടുപുഴയിൽ സ്ഥിതി ചെയ്യുന്നു. അണ്ണാമലനാഥർ ശിവക്ഷേത്രം 1800 വർഷത്തെ പഴക്കമുള്ള അതിപുരാതന ക്ഷേത്രത്തിന് അപൂർവതകൾ വളരെ ഏറെയാണ്. അപൂർവത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പീഠത്തിൽ ശിവൻ, പാർവതി, മുരുകൻ, ഗണപതി അങ്ങനെ ശിവകുടുംബം പ്രതിഷ്ഠയായിട്ടുള്ള അപൂർവ ക്ഷേത്രം. മറ്റ് ശിവക്ഷേത്രങ്ങളിൽ അപൂർണ പ്രദക്ഷിണമാണെങ്കിൽ ഇവിടെ ക്ഷേത്രം പൂർണ്ണമായും പ്രദക്ഷിണം വയ്ക്കാം. തെക്കോട്ട് ദർശനമായിട്ടുള്ള ക്ഷേത്രത്തിൽ ശിവകുടുംബം പ്രധാന പ്രതിഷ്ഠ ഒഴിച്ചാൽ മറ്റ് ഉപദേവതകൾ ഒന്നും തന്നെ ഇല്ല. പാണ്ഡ്യ ശൈലിയിലാണ് ക്ഷേത്രം പൂർണ്ണമായും നിർമ്മിച്ചിരിക്കുന്നത്. പാണ്ഡ്യ രാജവംശത്തിന്റെ ഒരു ശാഖയായ വടക്കുംകൂർ രാജവംശത്തിന്റെ ആസ്ഥാനമായിരുന്നു പണ്ട് തൊടുപുഴ. ഇന്നത്തെ തൊടുപുഴ പട്ടണത്തിൽ നിന്ന് 1.5 കിലോമീറ്റർ മാറി കാരിക്കോട് കൊട്ടാരവും കോട്ടയും നിലനിന്നിരുന്നു. കൊട്ടാരത്തിനോട് ചേർന്ന് തന്നെ പാണ്ഡ്യരാജവംശത്തിന്റെ പരദേവതയായ മധുരൈ മീനാക്ഷിക്ക് ക്ഷേത്രം പണി കഴിപ്പിച്ചു. ഈ ക്ഷേത്രത്തിനോട് തൊട്ടു ചേർന്നുള്ള ചെറിയ കുന്നിൻ മുകളിൽ പാണ്ഡ്യന്റെ ഇഷ്ടദൈവമായ അണ്ണാമലനാഥരെ പ്രതിഷ്ഠിച്ചു. മീനാക്ഷി ക്ഷേത്രം ഇന്ന് കാരിക്കോട് ഭഗവതി ക്ഷേത്രമായി അറിയപ്പെടുന്നു. ഇപ്പോൾ ഈ ക്ഷേത്രം ദേവസ്വം ബോർഡിന്റെ കീഴിലാണ്. ക്ഷേത്രത്തിന്റെ ഇടത് ഭാഗത്ത് പഴയ കൊട്ടാരവും അവശിഷ്ടങ്ങളും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. കോട്ടയ്ക്കകം എന്ന് തന്നെയാണ് ഇവിടെ അറിയപ്പെടുന്നത്. കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിൽ വലത് ഭാഗത്ത് കുന്നിൻ മുകളിൽ അണ്ണാമലനാഥ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. പണ്ടുകാലത്ത് തമിഴ് വംശജരാണ് ക്ഷേത്രം പരിപാലിച്ചു വന്നിരുന്നത്. പിന്നീട് കുറേ കാലം ക്ഷേത്രം ഒന്നുമില്ലാതെ, പൂജകളൊന്നുമില്ലാതെ കാടുമൂടി കിടന്നിരുന്നു. ശില്പങ്ങളാലും കൊത്തുപണികളാലും അതിസമ്പന്നമാണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിനുള്ളിലുള്ള പഞ്ചലോഹം, ഓട്, കല്ല് വിഗ്രഹങ്ങൾ വളരെയേറെ ഉണ്ടായിരുന്നു. താളിയോല ഗ്രന്ഥങ്ങളും ശിലാലിഖിതങ്ങളും ഉണ്ടായിരുന്നു. അനാഥമായി ക്ഷേത്രം കിടക്കുന്നതുകൊണ്ട്, ഇത് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് പുരാവസ്തു വകുപ്പ് ഇതെല്ലാം മ്യൂസിയത്തിലേക്ക് മാറ്റി. ലണ്ടനിലെ പ്രശസ്തമായ മ്യൂസിയത്തിലുള്ള 3.5 അടി പഞ്ചലോഹ നടരാജ വിഗ്രഹവും ഇവിടെ നിന്ന് കൊണ്ടുപോയതാണെന്ന് പറയപ്പെടുന്നു. 2012 ക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠ നടത്തി പൂജ വീണ്ടും ആരംഭിച്ചു. ആദ്യകാലത്ത് ദക്ഷിണാമൂർത്തി പ്രതിഷ്ഠ മാത്രമായിരുന്നു. ഇപ്പോൾ ശിവകുടുംബം മുഖ്യ പ്രതിഷ്ഠയായി. അന്നത്തെ കാലത്ത് പൂജാവിധികളെല്ലാം തമിഴ് ശൈലിയിലായിരുന്നെങ്കിൽ ഇപ്പോൾ അതെല്ലാം മാറി കേരള ശൈലിയിലേക്ക് വന്നു. ക്ഷേത്രത്തിലെ പുരാതന ശില്പങ്ങൾക്ക് കേടുപാട് ഉണ്ടായിട്ടില്ല. എല്ലാം ഇപ്പോഴും വ്യക്തമാണ്. പകുതി മുറിഞ്ഞുപോയ ഒരു ശിലാലിഖിതം ക്ഷേത്രത്തിന്റെ പിൻഭാഗത്തുണ്ട്. അത്യപൂർവമായ ഒരു തലയും കാള, ആന എന്നീ 2 ഉടലും ചേർന്ന ശില്പവും ക്ഷേത്രത്തിലുണ്ട്. അഗസ്ത്യർ, പുലിപ്പാണി സിദ്ധർ, ഗണപതി, ഗജേന്ദ്രമോക്ഷം, ഭക്തമാർക്കണ്ഡേയൻ, ലക്ഷ്മി എന്നിങ്ങനെ ക്ഷേത്ര ചുമരുകളിലും തൂണുകളിലും അപൂർവ ശില്പങ്ങൾ കാണുവാൻ സാധിക്കും. ക്ഷേത്ര ചുമരിന്റെ 2 അറ്റത്തായി 5, 9 ദ്വാരങ്ങളുള്ള 2 കിളിവാതിലുകളുണ്ട്. ക്ഷേത്രത്തിനോട് ചേർന്ന് ഗോശാലയുണ്ട്. ശിവകുടുംബം പ്രതിഷ്ഠയായതിനാൽ കുടുംബത്തോടെ വന്ന ഭഗവാനെ ദർശിക്കുന്നവരുടെ കുടുംബത്തിൽ ശാന്തിയും ഐശ്വര്യവും ഖ്യാതിയും വന്നു ചേരുമെന്നാണ് വിശ്വാസം. ശൈവ സന്യാസിമാരുടെ ഒരു സങ്കേതം കൂടിയായിരുന്നു ഈ ക്ഷേത്രം. കോടിക്കുളം കൈമൾമാർക്ക് ഈ ക്ഷേത്രവുമായിട്ട് ഉള്ള ബന്ധം ഇങ്ങനെയാണ്. ക്ഷേത്രം ഇപ്പോഴത്തെ രീതിയിൽ പുനർനിർമ്മിച്ച് പൂർത്തിയാകുന്നത് 2010-11 വർഷങ്ങളിലാണ്. ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായ അവസരത്തിൽ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾക്കായി ഉപയോഗിക്കേണ്ട വെള്ളിക്കുടം വാങ്ങുന്ന കാര്യത്തിൽ അവിടെയുള്ള കമ്മിറ്റിക്കാർ തമ്മിൽ ചർച്ചകൾ നടന്നിരുന്നു. ആ സമയത്ത് ഒരു അമ്മ ഭഗവാന് സമർപ്പിക്കുവാനായി ഒരു വെള്ളിക്കുടം അമ്പലത്തിൽ കൊണ്ടുവന്നു. തൊടുപുഴ ടൗണിൽ നിന്ന് ഏതാണ്ട് 10 കിലോമീറ്റർ അകലെയുള്ള പടിഞ്ഞാറേ കോടിക്കുളം എന്ന ഗ്രാമത്തിൽ നൂറ്റാണ്ടുകളായി അധിവസിക്കുന്ന കൈമൾ കുടുംബമാണ് മണ്ണാട്ടറയ്ക്കൽ തറവാട്. ഈ കൈമൾ കുടുംബത്തിലെ അംഗമായ ഡോക്ടർ വാസന്തി എന്ന അമ്മയായിരുന്നു അത് അണ്ണാമലനാഥനായ വെള്ളിക്കുടം സമർപ്പിച്ചത്. ഇത് സമർപ്പിച്ചത് ജ്യോതിഷ വിധി പ്രകാരമായിരുന്നു. ഈ ക്ഷേത്രത്തിൽ നിന്നും ആ കുടുംബക്കാരുടെ പൂർവികൾ നിമിത്തമായി വന്ന ഒരു നഷ്ടത്തിന് പ്രതിവിധി എന്ന നിലയിലാണ് വെള്ളിക്കുടം സമർപ്പിക്കണമെന്ന് ജ്യോതിഷർ നിർദ്ദേശിച്ചത്. പ്രസ്തുത വ്യക്തി അതനുസരിച്ച് ഭഗവാനായി ഒരു കുടം വാങ്ങി സമർപ്പിക്കുന്നു വേണ്ടി വന്നത്.
അത് സംഭവിച്ചത് പുനഃപ്രതിഷ്ഠയ്ക്കായി അവിടെ ഒരു വെള്ളിക്കുടം ആവശ്യമുള്ള അതേ സമയത്തു തന്നെയായിരുന്നു എന്നുള്ളത് ഭക്തർക്ക് അതിശയകരവും ശിവശക്തിയിൽ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതുമായ ഒരു സംഭവമായി അത് മാറി. മേൽപ്പറഞ്ഞ കോടിക്കുളത്തെ കൈമൾ കുടുംബത്തിന് വാമൊഴിയായി കാരണവന്മാരിൽ നിന്നും പകർന്നു കിട്ടിയ വിവരങ്ങൾ പ്രകാരം അവരുടെ ചരിത്രവും അമ്പലത്തിൻ്റെ ചരിത്രവുമായി ചില ബന്ധങ്ങളുണ്ട്. കോടിക്കുളത്ത് 3 കൈമൾ തറവാട്ടുകൾ ഉണ്ട്. അറയ്ക്കൽ, മണ്ണനാട്ട്, മാടപ്പള്ളി എന്നിവയാണ് അത്. ഇവയിൽ മണ്ണനാട്ട് മാടപ്പള്ളി തറവാട്ടുകാർക്ക് അവരുടെ പൂർവികർ മധുരൈ ഭരിച്ച പാണ്ഡ്യവംശം തന്നെയാണ്. അതിൻ്റെ ചരിത്രം ഇങ്ങനെയാണ്. എറണാകുളം ജില്ലയുടെ കിഴക്കേ അതിർത്തിയിൽ നേര്യമംഗലം മേഖലയിൽ പെരിയാർ ഒഴുകുന്നു. പഴയ ദേശക്കണക്കിൽ ഇടുക്കി ജില്ല ഉൾപ്പെടുന്ന പെരിയാറിൻ്റെ മറുകര തമിഴകം അഥവാ പാണ്ഡ്യരാജ്യമാണ്. പാണ്ഡ്യ സാമ്രാജ്യത്തിൻ്റെ പടിഞ്ഞാറേ അതിരാണ് അവിടം. മധുരയിൽ ഉണ്ടാകാറുള്ള ആക്രമണങ്ങൾ കണക്കെടുത്ത് രാജവംശത്തിലെ അംഗങ്ങളായ ചില കുമാരിമാരെ ഈ ഇടുക്കി ജില്ലയിലുള്ള പർവ്വത മേഖലകളിൽ താമസിപ്പിച്ചിരുന്നു. അവർ അവിടെയായി പല സ്ഥലങ്ങളിൽ താമസിക്കുകയും പല ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തിരുന്നു. അവയിൽ മിക്കതും അവരുടെ കുലദേവതയായ മധുര മീനാക്ഷി, ഒപ്പം ശാസ്താവ്, ശിവൻ, സുബ്രഹ്മണ്യൻ, വിഷ്ണു എന്നിവയൊക്കെ ഉള്ള പ്രതിഷ്ഠകളും ആയിരുന്നു. ഈ കാലത്ത് മുതുവാൻ, മന്നാൻ ആദിവാസികൾ പാണ്ഡ്യരാജ്യത്തിലെ സൈനികരായി മാറുകയും ഇടുക്കിയിൽ നിവസിച്ച പാണ്ഡ്യർക്കും അവരുടെ ക്ഷേത്രങ്ങൾക്കും കാവലാവുകയും ചെയ്തു. ഈ കാലത്ത് തങ്ങളുടെ സേവനങ്ങൾക്ക് അംഗീകാരമായി ആദിവാസി സമൂഹങ്ങൾക്ക് അവരുടെ രാജാക്കന്മാരെ വാഴിക്കുവാനുള്ള അവകാശം പാണ്ഡ്യവംശം കൽപ്പിച്ചു. മേൽപ്പറഞ്ഞ ആദിവാസി സമൂഹങ്ങളിൽ 2ലും ഓരോ കുടുംബങ്ങൾക്കും രാജപദവി ലഭിക്കുകയും ചെയ്തു. ഈ വാഴ്ച ഇന്നും ആദിവാസികളിൽ നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഇടുക്കി മേഖലയിൽ അവർ താമസിച്ച നേര്യമംഗലത്തെ നിവാസം ദുഷ്കരമായ ഘട്ടത്തിൽ ഈ രാജകുടുംബം തൊടുപുഴ മേഖലയിലേക്ക് മാറി. ഇത് ഏതാണ്ട് 700-500 വർഷങ്ങൾക്ക് മുൻപായിരുന്നു. ഈ ഘട്ടത്തിൽ ഇന്നത്തെ തൊടുപുഴയിൽ കാണുന്ന പല അമ്പലങ്ങളും ഈ വംശം സ്ഥാപിച്ചതാകുവാൻ തരമുണ്ട്. പാണ്ഡ്യരുടെ കുലഗുരുക്കന്മാരായ മധുരൈ ആധീനത്തിലോ അവരുമായി ബന്ധപ്പെട്ടവരോ ആയ ശൈവ സന്യാസിമാർക്കായി തൊടുപുഴയിൽ വന്ന പാണ്ഡ്യന്മാർ നിർമ്മിച്ചു നൽകിയതായിരിക്കാം ഇത്. തൊടുപുഴയിൽ ഏതാനും നൂറ്റാണ്ടുകൾ ഭരിച്ച വടക്കുംകൂർ രാജവംശവും അഥവാ പാണ്ഡ്യന്മാരുമായിരുന്നു എന്നുള്ളത് ഇവിടുത്തെ പറയാവുന്നതാണ്. ഈ കാലഘട്ടത്തിൽ എപ്പോഴോ പ്രസ്തുത പാണ്ഡ്യവംശത്തിന് നിരവധി നാശം സംഭവിക്കുകയും കുടുംബത്ത് അംഗബലം കുറയുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ വന്നപ്പോൾ തൊട്ടടുത്ത് ഭരിച്ചിരുന്ന അറയ്ക്കൽ കൈമൾമാരുമായി തൊടുപുഴയിൽ വസിച്ച പാണ്ഡ്യവംശത്തിലെ 2 കുമാരിമാർക്ക് വിവാഹബന്ധമുണ്ടാവുകയും അവരുടെ പിന്മുറക്കാർ മണ്ണനാട്ട്, മാടപ്പള്ളി എന്നീ കൈമൾ തറവാട്ടുകളുമായി അറിയപ്പെടുകയും ചെയ്തു. ഈ വിവരങ്ങൾ ഈ കൈമൾ കുടുംബങ്ങൾ ഇന്നും തലമുറകളായി പകർന്നു വരുന്നുണ്ട്. നേര്യമംഗലത്തുള്ള മധുര മീനാക്ഷിയുടെ ശാന്തുക്കാട് ക്ഷേത്രത്തിൽ ഇപ്പോഴും ഈ കുടുംബങ്ങൾ പരദേവതാ സങ്കല്പത്തിൽ ആചരണം നടത്തുന്നതിന് പോകുവാറുണ്ട്. തൊടുപുഴയിൽ നിന്നാണ് തങ്ങൾ കോടിക്കുളം എന്ന ഗ്രാമത്തിൽ എത്തിയതെന്ന വിശ്വാസവും അവരിലുണ്ട്. ഇക്കാര്യങ്ങൾ തൊടുപുഴയിലെ പല ക്ഷേത്രങ്ങളും പാണ്ഡ്യവംശജരാൽ സ്ഥാപിതമാണ് എന്നുള്ള ചിന്തയ്ക്ക് ബലം പകരുകയും അണ്ണാമലനാഥർ ക്ഷേത്രം ഉൾപ്പെടെയുള്ള അമ്പലങ്ങളുമായി അവർക്ക് ബന്ധമുണ്ടാകാനുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുകയും ചെയ്യുന്നു. അണ്ണാമലനാഥർ ക്ഷേത്രത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഒന്നാമത്, ഇത് പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്ത തമിഴ് ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ഒരു അമ്പലമാണ്. ചോള പല്ലവ നിർമ്മാണ ശൈലികളേക്കാൾ അതിന് സാദൃശ്യം പാണ്ഡ്യ ശില്പകലയുമായിട്ടാണ്. കൂടാതെ അത് തെക്കോട്ട് ദർശനവും വടക്കോട്ട് നേരെ പിന്നിലായി ഓവും കാണുന്ന ശിവന്റെ അമ്പലമാണ്. ഇക്കാര്യങ്ങൾ കൊണ്ട് ഇത് ഒരു ദക്ഷിണാമൂർത്തി ക്ഷേത്രമാണെന്ന് തെളിയിക്കുന്നുണ്ട്. കേരളത്തിൽ ദക്ഷിണാമൂർത്തി ക്ഷേത്രങ്ങൾ വളരെ അപൂർവമാണ്. അപൂർവത, നിർമ്മാണശൈലി എന്നിവ കൊണ്ട് ഈ അമ്പലം ഒരു പാണ്ഡ്യ തമിഴ് ശില്പകലയിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണ് എന്നതിന് തെളിവാണ്. ഏതാണ്ട് 70 വർഷങ്ങൾ ഈ അമ്പലത്തിൽ ശൈവസന്യാസിമാർ ഉണ്ടായിരുന്നതായി സമീപവാസികൾ പറയുന്നുണ്ട്. ഇപ്പോൾ ക്ഷേത്രം നോക്കി നടത്തുന്നതിൽ പ്രധാനികൾ തൊടുപുഴയിൽ നൂറ്റാണ്ടുകളായി വസിക്കുന്ന തമിഴ് വംശപരമ്പരയിൽപ്പെട്ടവരാണ്. അവരാകട്ടെ
തൊടുപുഴയിലെയും പരിസരത്തുമുള്ള പല അമ്പലങ്ങളും നല്ല രീതിയിൽ സംരക്ഷിക്കുവാൻ മുൻകൈ എടുക്കുകയും ചെയ്യുന്നുണ്ട്.